ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ മാറിയ പുതിയ വീടാണിത്. അപ്പോൾ ഇത് ഹാളിൽ നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ആകെ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പാട്ടൊക്കെ ഇട്ട് അതൊക്കെ കേട്ടുകൊണ്ടും അതിൻ്റെ ഇടയിൽ മെസ്സേജൊക്കെ നോക്കിയും ഒക്കെയാണ് എല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാളിൽ മാത്രം ക്യാമറ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നമുക്ക് മാറ്റാനുണ്ട്, ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ ശബ്ദത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. മാക്സിമം എനർജിയൊക്കെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അത്യാവശ്യം പനിയും ജലദോഷവും വന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോകുന്നു, അങ്ങനെയാണ്. പൂർണ്ണമായിട്ടും അങ്ങോട്ട് ജലദോഷം മാറിയിട്ടില്ല. ഇത് നമ്മുടെ DVD പ്ലെയറാണ്. DVD പ്ലെയറിനകത്തൊരു ഇത് കിടപ്പുണ്ട്. കാരണം അതെന്ന് എനിക്ക് തോന്നുന്നു മക്കളുടെയും എൻ്റെയൊക്കെ കുഞ്ഞിലെ, അതായത് മക്കൾ കുഞ്ഞിലേ ഉള്ള വീഡിയോസൊക്കെ എന്തോ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്തൊരെണ്ണം കിടപ്പുണ്ട്, ഒരു DVD കിടപ്പുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ, നമ്മുടെ പഴയ കുറേ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ വീട് മാറുമ്പം വീണ്ടും നമ്മുടെ കണ്ണിൽ കൂടി ഇങ്ങനെ പോകും. ഇത് കേക്കിൻ്റെ ഒരു സാധനമാണ് കേട്ടോ, റിബൺ. അത് ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ തറയിപ്പോയതാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മുടെ കയ്യിലൊന്നും ചില സമയം നിൽക്കാറില്ല. അപ്പം അത്യാവശ്യം വയ്യാത്തൊരവസ്ഥയാണ്. ഭയങ്കര BP ലോ ആയിരുന്നു. ഇത് എയർ ഫ്രയറാണ്. എയർ ഫ്രയർ മന്തിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ യൂസ് ചെയ്യും. അല്ലാതെ ഇപ്പം കൂടുതലും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് OTGയിൽ തന്നെയാണ്. OTGയിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ബ്ലാക്ക് ആയിട്ടുള്ള ആ പാത്രത്തിൽ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇത് ജനം TVയുടെ അന്ന് ആ പ്രോഗ്രാമിന് പോയില്ലേ, ഇപ്പോൾ വന്ന് പോയപ്പോഴത്തേക്കും ഏട്ടന് കിട്ടിയ ഗിഫ്റ്റാണ്. അതൊരു പ്രൊജക്ടറാണ്. നമുക്കൊരു സോണിയുടെ TV ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയ സമയത്ത് നമ്മളൊരു പ്രൊജക്ടറാണ് വാങ്ങിച്ചത്. അപ്പോൾ അത്യാവശ്യം ഇലക്ട്രോണിക് സാധനങ്ങളെടുത്ത് ഭയങ്കര കമ്പമാണ് ഏട്ടന്. അപ്പോൾ ഇതിൻ്റെ മെഷീനാണ് കേട്ടോ, അംബ്രല്ല മെഷീൻ. അറിയാമല്ലോ, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. മെഷീനൊക്കെ ഇപ്പോൾ പുരാവസ്തുവായി. ഇത് എൻ്റെ കല്യാണ ഫോട്ടോ കഴിഞ്ഞ് ഇത് അതിന് ശേഷമൊക്കെയുള്ള ഇപ്പം അടുത്തുള്ള ഫോട്ടോസാണ്. ഇത് പണ്ട്, അതായത് എൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പ്, വളരെ മുമ്പ്, ഏട്ടനൊക്കെ ഒരു 20 വയസ്സോ ആ പ്രായത്തിൽ അവർ ഭീമാപ്പള്ളിയിൽ നിന്നൊരു ക്യാമറയൊക്കെ വാങ്ങിച്ചിട്ട് ശംഖുമുഖം പോയി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് ചേട്ടാ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ എടുത്തതാണ് ആ ഫോട്ടോ. ആ ആളെവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു വ്യക്തി എവിടെയാണോ അതും അറിയില്ല. എന്തായാലും ഇപ്പോൾ കണ്ടപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അതിങ്ങനെ ഏട്ടനും സൂക്ഷിച്ച് വെച്ചിരുന്നു. ഞാനും എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനും അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അലമാരയിലിരുന്ന കുറേ സാധനങ്ങളാണ് മേശയുടെ മുകളിൽ ഇങ്ങനെ കിടന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇട്ടു. പിന്നെ വീട് മാറുന്നതിൻ്റെതായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ട്രെഡ്മില്ലൊക്കെ റെഡിയാക്കി ഇടണം. എല്ലാം സെറ്റ് ചെയ്തിട്ടതിന് ശേഷം വേണം നമുക്ക്, എന്താ പറയുക, നമ്മുടെ ഡെയിലി റൊട്ടീൻ എന്തായിരുന്നു മുമ്പ്, അങ്ങനെ ആ ഒരു സ്റ്റേജിലോട്ട് പോകാൻ വേണ്ടി. ഇവിടെ കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതിന് കാരണം നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒതുക്കി വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. മുമ്പ് താമസിച്ച സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു സാധനവും എങ്ങും വെക്കാൻ പറ്റില്ല. അത്യാവശ്യം അങ്ങനെയുള്ള ഏരിയ വളരെ കുറവായിരുന്നു. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനിടയിൽ എൻ്റെ പാട്ടൊന്ന് മാറ്റി പിടിച്ചാണ്. മറ്റേ സിനിമയിലെ എനിക്ക് അതിനകത്ത് യേശുദാസ് പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. പാട്ടുകൾ എപ്പോഴും കേൾക്കും. എൻ്റെ പ്ലേലിസ്റ്റിൽ കുറേ പാട്ട് ഇങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഹിന്ദി പാട്ട്, തമിഴ്, മലയാളം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ 90s ആണല്ലോ. 90s കിഡിൻ്റെ പാട്ടുകൾ തന്നെയാണ് എനിക്കും കൂടുതൽ. പക്ഷേ ആ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ കുറേ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് വീണ്ടും മനസ്സിനകത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ മേശ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടി ദേ ഇങ്ങനെ. ഇത് തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാളൊന്ന് വൃത്തിയാക്കണം. പിന്നെ കിച്ചണൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. കബോർഡൊക്കെ വെച്ചായിരുന്നു. പിന്നെ ഇത് എൻ്റെ വാനം നിരീക്ഷിക്കുന്ന സാധനമാണ്. ഇങ്ങനെ ഓരോ പ്രാന്തമുണ്ട് പുള്ളിക്ക്. ഏട്ടനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൂട്ടാറുണ്ട് കേട്ടോ. അതുപോലെ അത് കേക്കിൻ്റെ സാധനങ്ങളാണ്. ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് നിറച്ചും വേറൊരു കാർഡ്ബോർഡ് ബോക്സ് നിറച്ചും ഉണ്ട്. ഇത് അത്യാവശ്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. ഇത് എൻ്റെ മിസ്സിസ് കേരളയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ ഒരു ഫ്രെയിം പൊട്ടിപ്പോയി. പിന്നെ എന്താ പറയുക, ഒരു ഫ്രെയിമിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി.
അപ്പോൾ അതിനി റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ വേറെ ഫ്രെയിം വാങ്ങിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം. ഇത് കണ്ടോ, പഴയ ഞാനാണ്. നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് ഗിഫ്റ്റ് തന്നെയാണ്, ശ്രീജു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് തുഷാറണ്ണൻ ഗിഫ്റ്റ് തന്നെയാണ്. ഈ മൂങ്ങ എന്തിനാണ് ഗിഫ്റ്റ് തന്നതെന്ന് വെച്ചാൽ അറിയില്ല. ഇത് എൻ്റെ അനിയന്മാരൊക്കെ അന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് തന്നെയാണ്. ഞാൻ മഴവിൽ മനോരമ വിഷുരുചിയിൽ പങ്കെടുത്തപ്പോൾ ഉള്ളത്. അല്ലാതെയുള്ള അതിൻ്റെ ഇടയിൽ എനിക്കൊരു പാറ്റയെ കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ വാലിൽ പിടിച്ചെടുത്തെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കൊമ്പി പിടിച്ചെടുത്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞു. അതിന് ശേഷം ഞാൻ അതെല്ലാം നീക്കി കിച്ചണിൽ കൊണ്ട് വെക്കുകയാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യണം. വീട് മാറുമ്പോൾ ഇങ്ങനെ ഓരോന്നെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. വെച്ചിട്ട് പിന്നീടാണ് നമ്മളിങ്ങനെ കുറേശ്ശെ അടുക്കി തുടങ്ങണം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ തകർന്ന് തരിപ്പണമായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഒതുക്കി പറക്കി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേശ്ശെയാണ് ഒതുക്കിയത്. ആദ്യം കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. കാരണം കിച്ചൺ റെഡിയാക്കിയാൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. പിന്നെ കേക്ക് ഓർഡർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുകളിലൊക്കെ വെക്കണം. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, നമുക്കിവിടെ വെക്കാമോ, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം അതെന്തായാലും പറ്റില്ല. അപ്പം എന്താ പറയുക, ട്രെഡ്മില്ല് അവിടെ ഇടണം. ഇങ്ങനെയൊക്കെ പ്ലാനിങ് ആണ്, എവിടെ ഇടും, എങ്ങനെ ഇടും, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെയും പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. ഞാൻ തൽക്കാലത്തേക്ക് അവിടെ എല്ലാ സാധനങ്ങളും മാറ്റി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മുകളിലിടാനുള്ള സാധനങ്ങളൊക്കെ മാറ്റി മക്കളുടെ റൂമെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മാത്രമേ ഇതിങ്ങനെ കുറേ നാൾ പിടിച്ച് മാത്രമേ അപ്ഡേറ്റായി നേരെ വരുള്ളൂ. അപ്പം പെട്ടെന്നൊന്നും ശരിയായി വരില്ല. അപ്പം ഇങ്ങനെ ചെയ്ത് നമ്മളെന്താ പറയുക, ഓരോ പ്രാവശ്യം ഓരോരോ ചിന്തകളാണ്. ഓരോ പ്രാവശ്യം ഇവിടെ ഇട്ടാൽ കൊള്ളാം, അവിടെ ഇട്ടാൽ കൊള്ളാം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മാറ്റിയിരിക്കണം. അപ്പം മാറ്റിക്കൊണ്ടേയിരിക്കും. ട്രെഡ്മില്ല് തൽക്കാലത്തേക്ക് അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനതിങ്ങനെ അവിടെ സെറ്റ് ചെയ്തു. ഇനി അത് റെഡിയാക്കണം. പിന്നെ ഇവിടുത്തെ നമ്മുടെ വയ്യായികളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതുവരെയും ഈ ജലദോഷം, പനി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് BP ലോ ആയി പോയായിരുന്നു. ഇപ്പം ഓക്കെ ആയി. എന്നാലും പനി അങ്ങോട്ട് ശരിയാവുന്നില്ല. പനി ഇന്ന് വരും നാളെ പോകും, അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ ഓടിയൊക്കെ നോക്കുകയാണ്. അപ്പം കുറച്ച് നാളായി ഞാൻ ഈ ട്രെഡ്മില്ല് മിസ് ചെയ്യുന്നു. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം വീണ്ടും. ഇതൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം വേണം. ഇനി മേശയൊക്കെ നേരെയാക്കിയിട്ട് അതെല്ലാം കഴിഞ്ഞത് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ എവിടെ വെക്കണമെന്ന് ഇതുവരെ ഒരു ഉറപ്പിലുണ്ടാക്കിയിട്ടില്ല. ആവശ്യമില്ലാത്ത ആണികൾ ഒന്നും ചുവരിലടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ കിച്ചണിൽ കബോർഡ് ചെയ്തായിരുന്നു. ഒരു ആണിയോ ഒന്നും അടിച്ചിട്ടില്ലാത്ത വീടാണ്. അപ്പം നമ്മൾ AC വെക്കാൻ വേണ്ടിയിട്ടും അവിടെ കിച്ചണിൽ നമ്മുടെ റാക്ക് വെക്കാൻ, പിന്നെ TV അതിൻ്റെ ഒരു ഹോളുണ്ട്. അപ്പോൾ അതിനകത്ത് TV കയറുള്ളൂ. ഒരു ശകല വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലത്തിന് നമ്മളൊരു ചെറിയൊരു പീസ് വെച്ചായിരുന്നു. അപ്പോൾ അതിനിടയിൽ എനിക്ക് മെസ്സേജ് വന്നതാണ്. അപ്പോൾ മെസ്സേജൊക്കെ എല്ലാം നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ചെയ്തു. ഇനി ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഗിഫ്റ്റ് എന്തായാലും ഇങ്ങനെ ചുവരിൽ അങ്ങനെ കാണത്തക്ക രീതിയിൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അതെല്ലാം കൂടി എടുത്തിട്ട് അലമാരിയുടെ മുകളിൽ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ വെക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അലമാരിയുടെ മുകളിൽ ഇങ്ങനെ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊന്നും അങ്ങനെ എങ്ങും എടുത്ത് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പം അങ്ങനെ വെക്കണ്ട. കഴിഞ്ഞ വീട്ടിലും അലമാരിയുടെ മുകളിൽ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അതവിടെ പൊടിയടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്രാവശ്യം പൊടിയടിക്കാണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അലമാരിയുടെ മുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആക്കി സ്റ്റോർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും സൂക്ഷിച്ച് വെക്കുകയാണ്. എത്രയോ വർഷങ്ങൾ, 15 വർഷത്തെ കുറേ കാര്യങ്ങളാണ്. മോൾക്ക് കിട്ടിയ കുറേ ഗിഫ്റ്റുകളും മോൾക്ക് കിട്ടിയ കുറേ സ്കൂളിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളും ഞാനിങ്ങനെ ഫുൾ വീഡിയോസ് എടുത്തിട്ടില്ല. ഞാനത് ജസ്റ്റ് ഒതുക്കി റെഡിയാക്കി ഹാള് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പിന്നീട് വാർഡ്റൂമിൽ നമ്മുടെ ഡ്രസ്സൊന്നും അടുക്കി വെച്ചിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നതാണ്. അതും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണിത്. അപ്പോൾ ഈ പിങ്ക് കളർ ഷർട്ടാണ് എനിക്ക് വാലൻറ്റൈൻസ് ഡേക്ക് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 499 699 രൂപ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. എന്നൊരു പിങ്ക് കളർ ഷർട്ട്. ഞാൻ ഇവിടം വരെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലൂടെ കുറേ കാര്യങ്ങൾ പോയി. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് ആദ്യം ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. അപ്പോൾ അത് വേറൊന്നുമല്ല, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇപ്പോൾ വാങ്ങുമ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിൽ കൂടെ ഇങ്ങനെ പോയി. ആ കാലഘട്ടത്തിൽ സ്കൂൾ യൂണിഫോമോ ഒന്നുമില്ലാതെ എന്താ പറയുക, ആരെങ്കിലും
ആരെങ്കിലും ഇട്ട ഡ്രസ്സിൻ്റെ അവരിട്ട് പഴകിയ ഡ്രസ്സ് ഉമ്മ പോയി ചോദിക്കുമ്പോൾ ഉമ്മയുടെ കൊടുത്തു വിടും. പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരണേ, എൻ്റെ മക്കൾക്ക് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ പാകമാവുന്നതും ആവാത്തതും ഇറുകിയതും ലൂസായിട്ടുള്ളതും ഒക്കെ കൊടുത്തു വിടും. അപ്പോൾ അതിനെ കുറച്ചൊക്കെ ടൈറ്റുള്ളതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് സ്കൂളിൽ പോയിരുന്നു. ആ ഒരു കാലഘട്ടം ഭയങ്കര ഒരു എന്താ പറയുക, അന്ന് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്നിങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ അന്ന് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയും നല്ല രീതിയിൽ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പം എന്താ പറയുക, പറയാൻ പോയാൽ പഴയ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ എൻ്റെ നാട്ടുകാരൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാക്കി ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാ വീഡിയോസും കൂടി ഒരു ദിവസം തന്നെ കാണിക്കുന്നില്ല. ഞാനിങ്ങനെ കലപില പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ബൈ.